പീലിപ്പോസേ, എന്റെ അടുത്ത് അഭ്യാസം ഇറക്കരുത്. അറിയാവല്ലോ തന്നെ. ക്ലാര എന്തിനാ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? മനഃപൂർവ്വം അത്. എന്നെ രേണുകയെ സംബന്ധിക്കുന്ന ഏതോ രഹസ്യം ക്ലാരയുടെ മനസ്സിലുണ്ട്. താൻ കള്ളനാ, പേരും കള്ളൻ. താൻ നന്നായിട്ട് നുണ പറയല്ലേ? ഞാനോ? പറയും മാതാവാണ്, വേളാങ്കണ്ണി മാതാവാണ്. ഈ ഫിലിപ്പോസ് കള്ളം പറയത്തില്ലേ? ചെയ്യത്തുമില്ല. പക്ഷെ പീലിപ്പോസ് എന്നോട് നുണ പറഞ്ഞല്ലോ. എപ്പോ? ഒന്ന് ഓർത്തു നോക്കിയേ. ഞാനങ്ങനെ ഞാൻ ഒരിക്കലുമില്ല. പീലിപ്പോസേ, എന്റെ അടുത്ത് അഭ്യാസം ഇറക്കരുത്. അറിയാവല്ലോ തന്നെ. സത്യം പറഞ്ഞു, ആ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? വീണ്ടും തുടങ്ങി ഫോട്ടോ. ഇത് വലിയ പുലിവാലായല്ലോ. ആ ഫോട്ടോ ഞാൻ സാറിനെ തന്നെ തന്നതല്ലേ? അതൊക്കെ ശരിയാ. ആ ഫോട്ടോ ഫിലിപ്പോസിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയേണ്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സാറേ, ആ ക്ലാരക്കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് എന്നെ കിട്ടിയതാ. ഒരു സംശയം വേണ്ടോ സാറേ, ആ കൊച്ചിന്റെ ബാഗിൽ നിന്നാ എനിക്ക് കിട്ടിയത്. ക്ലാരക്കുഞ്ഞിന് എന്തിനാ ശ്യാം സാറിന്റെ ഫോട്ടോ എന്ന് ഞാൻ അപ്പോൾ തന്നെ ചിന്തിക്കുകയും ചെയ്തു. ആ ഫോട്ടോയെ കുറിച്ച് ക്ലാര വല്ലതും ഫിലിപ്പോസിനോട് പറഞ്ഞു? നന്നായി. അതാരോടും ഒന്നും തുറന്നു പറയാത്ത വല്ലാത്ത സ്വഭാവക്കാരിയാ. താന് ആ ഫോട്ടോ വേറെ ആരെങ്കിലും കാണിച്ചു? ഞാൻ ആരെയും കാണിച്ചില്ല സാറേ. നേരെ കൊണ്ട് സാറിന്റെ കയ്യിലല്ലേ തന്നത്. അപ്പൊ പിന്നെ ഗംഗയും കഞ്ചനാമയൊക്കെ അറിഞ്ഞതോ? അത് ഞാൻ സാറിനെ കാണാനായിട്ട് വീട്ടിൽ വന്നപ്പോ സാർ അവിടെ ഇല്ലായിരുന്നു. എന്റെ കഷ്ടകാലത്തിന് അവിടെ വെച്ച് ഫോട്ടോ ഒന്ന് തറ വീണുപോയി. അങ്ങനെ കഞ്ചനാമയുടെ കണ്ണിൽപ്പെട്ട് അത്രയേ ഉള്ളൂ. എന്താ സാറേ, വല്ല കുഴപ്പമുണ്ടായോ? സാറേ, ഇതിന്റെ പേരിൽ ഞാൻ കോടതി കയറേണ്ടി വരുമോ? ചിലപ്പോ വേണ്ടി വരും. കർത്താവേ, അകത്ത് പോവോ? ഞാൻ ക്ലാരയെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്ത് കാര്യങ്ങൾ? അതിന് മാത്രമുള്ള സൗഹൃദമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. പക്ഷെ ക്ലാരയുടെ വീടുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ളത്. അതിന് ഞാൻ എന്ത് വേണം? നിങ്ങൾ എന്റെ പപ്പയുടെ സഹപ്രവർത്തകനായിരിക്കാം. അതുകൊണ്ട് എന്റെ വീടുമായി വളരെ അടുപ്പവും ഉണ്ടായിരിക്കാം എന്ന് കരുതി ആ സൗഹൃദവും അടുപ്പമൊന്നും നമ്മൾ തമ്മിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. ഇതാ എനിക്ക് മനസ്സിലാവാത്തത്. ക്ലാര എന്തിനാ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? മനഃപൂർവ്വം അത്. മനഃപൂർവ്വോ? എന്തിനു വേണ്ടി? ഞാൻ എന്തിനു ഒഴിഞ്ഞു മാറണം? അതിന് മാത്രം എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? ഒരു ബന്ധവുമില്ലേ? എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ ഫോട്ടോ എന്തിനാ ക്ലാര സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഏത് ഫോട്ടോ? എന്ത് ഫോട്ടോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിക്കേ, അന്ന് വീട്ടിൽ വെച്ച് ക്ലാര ഞാൻ ആദ്യമായി കണ്ടപ്പോ ഒരു വാക്ക് പോലും പറയാതെ ക്ലാര കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കളഞ്ഞില്ലേ? തനിക്കെന്താ, എന്നെ ഭയമുണ്ടോ? എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകുന്നത്? ആ ഫോട്ടോ ക്ലാര എന്തിനാ സൂക്ഷിച്ചിരിക്കുന്നത് എനിക്കറിയണം. ഞാൻ ആരുടെ ഫോട്ടോ സൂക്ഷിച്ചിട്ടില്ല. എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുകയാണോ? നിങ്ങൾ സ്വയം അങ്ങനെ ആവാൻ ശ്രമിക്കുകയാണ്. അല്ല, എനിക്ക് ഉറപ്പുണ്ട് എന്നെ രേണുകയെ സംബന്ധിക്കുന്ന ഏതോ രഹസ്യം ക്ലാരയുടെ മനസ്സിലുണ്ട്. ആ രഹസ്യങ്ങൾ എനിക്ക് മാത്രമല്ലല്ലോ, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്നതല്ലേ. രേണുക നിങ്ങളുടെ പൂർവ്വ കാമുകിയായിരുന്നു. സ്വന്തം അളിയൻ തന്നെ അവളെ കൊല്ലുകയും ചെയ്തു. ഇതൊന്നും അല്ലാതെ എന്ത് രഹസ്യങ്ങൾ എന്റെ അറിവിലുള്ളത്? ഇതിൽ കൂടുതലൊന്നും എനിക്ക് അറിയത്തുമില്ല. ഒക്കെ ശരിയാണ്. പക്ഷേ ക്ലാര വളരെ വിദഗ്ധമായി എന്നോട് കള്ളം പറയുന്നു. ആ ഫോട്ടോ ക്ലാരയുടെ ബാഗിൽ നിന്നാണ് പീലിപ്പോസിന് കിട്ടിയത്. അയാൾ അങ്ങനെ പറഞ്ഞോ? അത് പിന്നെ അങ്ങനെ ഒരു ഫോട്ടോയെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അനാഥാലയത്തിൽ വെച്ചാണ് ആ ഫോട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനതത്ര കാര്യമാക്കിയതുമില്ല. ഒരുപക്ഷെ അതെൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. എന്നുവെച്ച് നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. പ്ലീസ്, എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇനി ഇതിന്റെ പേരിൽ എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ വെക്കോട്ടെ. അപ്പോ ആ ഫോട്ടോയായിട്ട് ക്ലാരയ്ക്ക് യാതൊരു ബന്ധവുമില്ല? ഇല്ല. തരക സാർ ഇതുവരെ കോടതിയിൽ നിന്ന് എത്തിയില്ലേ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടില്ലേടോ താൻ? അതുകൊണ്ടായില്ലല്ലോ എനിക്ക് തരക സാറിനെ കാണേണ്ടത്. തല ഇരിക്കുമ്പോ വാലാടണ്ട ഭായി.
ഓ അങ്ങനെയായിരുന്നോ? എന്നാലേ ഇനി തലയും വാലും ഒരുമിച്ചാടാൻ പോവുക. താൻ എന്നാ ചെയ്യും? ഞാനൊന്നും ചെയ്യുന്നില്ല. ആട്ടിക്കോ, ധൈര്യമായിട്ട് ആട്ടിക്കോ. എന്ന് വെച്ച് ഭൂമിയുടെ കറക്കമൊന്നും നിലയ്ക്കാൻ പോകുന്നില്ല. അതെ, ഞാനും കുറച്ചു നാള് ഇതേ ഓഫീസിൽ ഗുമസ്തപ്പണി നോക്കിയവനാ. ഓഫീസിൽ കയറി വരുന്നവരോട് കുറച്ച് മര്യാദയായിട്ട് പെരുമാറിയിട്ടുള്ളൂ. വേണമെങ്കിൽ തരകൻ സാറിനോട് ചോദിച്ചു നോക്കിയോ. അതിന് ഞാൻ ഫിലിപ്പോസിനെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ പേരെങ്ങനെ തനിക്കറിയാം? ഫിലിപ്പോസിനെ അറിയാത്തവരായി ഈ ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആണോ? എന്റെ ഒരു കാര്യമേ, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല ഭായി. ഈ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലല്ലോ. പക്ഷേ ഫിലിപ്പോസിന് പ്രസിദ്ധിയല്ല, കുപ്രസിദ്ധിയാ. കുപ്രസിദ്ധിയോ? അതെന്തോന്നാ ഭായി? അതൊരു സംഭവമല്ലേ ഫിലിപ്പോസ്. ഫിലിപ്പോസ് ഒരു പ്രസ്ഥാനമാ, പ്രസ്ഥാനം. ആണോ? ആ ഫിലിപ്പോസോ, താൻ എപ്പോഴെത്തി? ഇപ്പൊ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ സാറേ. ആ ദേ ഇതേ ആ ചെറുവത്തൂർ കേസിന്റെ കേട്ട. അടുത്ത മാസം 3-ാം തീയതി അവധി. ആ ഷെൽഫിലോട്ട് വെച്ചേക്ക്. ആ താൻ ഇരിക്കടോ. അയ്യോ വേണ്ട സാറേ, ഞാനിവിടെ നിന്നോളാം. എന്താടോ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഇവിടെ അടുത്ത് വരെ വരണമായിരുന്നു. എങ്കിൽ സാറിനെ കൂടി കണ്ടിട്ട് പോവാന്ന് കരുതി. വെറുതെ താൻ ഇവിടെ കേറില്ലെന്ന് എനിക്കറിയാം. കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. എന്നാൽ വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാ അതില്ലേം താനും. താൻ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറയടൂ. നമ്മുടെ ശ്യാം സാറും തന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് ആ ഫോട്ടോയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയാ. ഞാനുള്ള സത്യം സത്യം പോലെ അങ്ങ് പറഞ്ഞു. ഒരു സാമൂഹ്യ പ്രവർത്തകനായ എനിക്ക് കള്ളം പറയാൻ പറ്റുമോ സാറേ? താൻ എന്ത് സത്യമോ പറഞ്ഞത്? ഫോട്ടോ എവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ചപ്പോ ക്ലാരക്കുഞ്ഞിന്റെ കയ്യിൽ നിന്നാണെന്ന് ഞാൻ സത്യം അങ്ങ് പറഞ്ഞു. ഇനി അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ സാറേ? അല്ല, ഈ ക്ലാരക്കുഞ്ഞ് എന്തിനാ ഓരോ വേണ്ടാതിനെ എടുത്ത് തലയ്ക്ക് വെക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്താ പകൽക്കിനാവ് കാണുകയാണോ? ചെടി നനയ്ക്കാനെന്നും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട്. നിനക്ക് വയ്യെങ്കിൽ മമ്മി ചെയ്തോളാം. എത്ര ദിവസമായെന്നറിയോ ഇതിനൊക്കെ ഇത്തിരി വെള്ളം നനച്ചിട്ട്. ദേ വാടി കരിഞ്ഞു നിന്ന ചെടികളാ. നീ വന്നതിന് ശേഷം ഇതിനൊക്കെ ജീവൻ വെച്ചത്. ഇങ്ങോട്ട് കൊണ്ടുവാ. വേണ്ട, ഞാൻ നനച്ചോളാം മമ്മി. മമ്മി പൊയ്ക്കോ. എങ്കിൽ വേഗം നനച്ചിട്ട് അകത്തോട്ട് വാ. സ്നേഹമോൾ ഇപ്പൊ സ്കൂളിൽ നിന്ന് വരും. വെറുതെ ഓരോന്ന് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കുന്നത് എന്തിനാ മോളെ? എന്നെക്കാളും വളർന്ന പെണ്ണല്ലേ നീ? എന്റെ മോള് കുറെ കൂടി പക്വതയോടെ ജീവിക്കണമെന്നായി മമ്മിയുടെ ആഗ്രഹം. ഞാൻ എന്ത് പക്വതയില്ലായ്മ മമ്മി കാണിച്ചിട്ടുള്ളത്? പാൽമണം പോലും മാറാത്തൊരു കുഞ്ഞിനെ 2 കൈ നീട്ടി സ്വീകരിച്ചതോ? അവളെ എന്റെ സ്വന്തം മോളെ പോലെ വളർത്തിയതോ? ഇപ്പോ പക്വതയില്ലാതെ ഓരോന്ന് പറയുന്നത് പപ്പയും മമ്മിയോ? നിന്നോട് തർക്കിച്ച് ജയിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല മോളെ. കുറച്ചും കൂടി സമാധാനമായിട്ട് ചിന്തിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സമാധാനം അതെന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. പ്രതീക്ഷിച്ചതെല്ലാം ജീവിതത്തിൽ വന്നു ചേരുമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാ മോളെ. വരാളതൊക്കെ വഴിയെ തങ്ങില്ലെന്ന് മാത്രം എന്റെ മോള് ചിന്തിക്കണം. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടോടും. ദൈവത്തെ മറന്ന് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല മമ്മി. എന്റെ മോളോട് ഒരപേക്ഷയേ ഉള്ളൂ. എന്തൊക്കെ വന്നാലും ഞങ്ങളുടെ കണ്ണടയുന്നത് വരെ നീ ഞങ്ങളോട് ഉണ്ടാവണം. ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ അതിനുവേണ്ടിയാ മോളെ.
അല്ലേ ക്ലാര കുഞ്ഞ് ഇവിടെ എന്തെടുക്കുക? ഫിലിപ്പോസിന് കണ്ണ് കാണത്തില്ലേ ഞാൻ എന്തെടുക്കുവാന്ന്? ഞാൻ മാത്രമല്ല, സാക്ഷാൽ ദൈവം തമ്പുരാനും എല്ലാം കാണുന്നുണ്ട്. മനുഷ്യന്മാരുടെ കണ്ണു മറയ്ക്കാം, പക്ഷെ ദൈവത്തിന്റെ കണ്ണു മറയ്ക്കാൻ പറ്റുമോ ക്ലാര കുഞ്ഞെ? തന്റെ ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കണ്ട. ക്ഷമിക്കണം കുഞ്ഞെ, സന്ദർഭം കൊണ്ട് പറഞ്ഞു പോയതാ. ക്ലാര കുഞ്ഞിന് വളരെ അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്താ കുഞ്ഞെ? തനിക്ക് മോഷണം ഉണ്ടോടോ? മോഷണോ? എന്റെ കർത്താവ് ഈശോ മിശിഹായേ. വേണ്ട വേണ്ട, ദൈവമൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. താൻ കള്ളനാ, പെരും കള്ളൻ. അയ്യോ ക്ലാര കുഞ്ഞെ, ചങ്കിക്കൊള്ളുന്ന വർത്തമാനം മാത്രം പറയരുത്. അയ്യ, ഒരു പുണ്യാളൻ. തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതാ. വിശ്വാസവഞ്ചനയല്ലേടോ താൻ കാണിച്ചത്? എന്താ ക്ലാര കുഞ്ഞെ ഇങ്ങനെ? ഞാൻ എന്ത് വിശ്വാസവഞ്ചനയെ കാണിച്ചത്? ആരോട് ചോദിച്ചിട്ടാടോ താൻ എന്റെ മുറി കയറിയത്? എന്റെ ബാഗിലിരുന്ന ഫോട്ടോ മോഷ്ടിച്ചത്? ഞാൻ മോഷ്ടിച്ചതല്ല കുഞ്ഞെ. മോഷ്ടിച്ചതല്ലാതെ പിന്നെ എന്റെ ബാഗിലിരുന്ന ഫോട്ടോ എങ്ങനെ തന്റെ കയ്യിൽ വന്നു? അയ്യോ കുഞ്ഞെ, ഒരു ദിവസം സ്നേഹമോളും ഞാനും കൂടെ മുറി ചെന്നപ്പോ ഫിലിപ്പോസിന് തറയിൽ കിടന്ന് കിട്ടിയതാ. എന്ന് വെച്ച് അതും പൊക്കി പിടിച്ച് നാട് മുഴുവൻ പാട്ടും പാടി നടക്കണോ? ഞാൻ അതുകൊണ്ട് മിണ്ടി പോകരുത്. താൻ ചെയ്ത കള്ളത്തരത്തിന് ബലിയാടായത് ഞാനാടോ? അതുമൂലം എന്ത് നഷ്ടങ്ങളാണ് എന്റെ ജീവിതത്തിലുണ്ടായെന്ന് തനിക്കറിയാമോ? ആ ഫോട്ടോ നിമിത്തം കുഞ്ഞിന്റെ ജീവിതം തകർന്നോ? അതേടോ, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. കുഞ്ഞെ, ഞാൻ കടക്കടോ പുറത്ത്. ഇനി മേലെ പടി ചവിട്ടരുത്. ഇറങ്ങാൻ വന്നിരിക്കുന്നു. ഇറങ്ങണോ? പോവാൻ. ഇന്നിവിടെ നിൽക്കുകയാണെങ്കിൽ അവൾ എന്നെ പച്ചക്ക് പിടിച്ച് തെറ്റും. എന്താടേ? എന്റെ ബാഗിലിരുന്ന ഫോട്ടോ മോഷ്ടിച്ചത് അവനാണ് മമ്മി. ഇനി മേലല്ല അവനെ വീട്ടിൽ കയറ്റരുത്.